നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നൊരു സമയത്ത് ഒരുപാട് തോട്ട്സുകളാണ് അല്ലേ നമ്മുടെ മനസ്സിലോട്ട് മാറി മറിഞ്ഞു വരുന്നത്. നമ്മൾ ആ ഒരു ഗ്രൂപ്പിലിരിക്കാൻ യോഗ്യനാണോ? അവർക്ക് എന്നെ ഇഷ്ടമാവുമോ? അതേപോലെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ? എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ലുക്കിങ് ഇതൊക്കെ ബെറ്റർ ആണോ എന്നുള്ള തോട്ട്സുകളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഒരു ടൈമാണ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ അടുത്തിരിക്കുമ്പോൾ അല്ലേ. ഞാനൊരിക്കലും പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലിയോ അല്ല. നമുക്കത്രയും നമ്മൾ മിങ്കിളാവാത്ത ചില ഗ്രൂപ്പില്ലേ, ആ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ആദ്യം നമ്മളുടെ ഡ്രസ്സിങ് അത് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. അവർക്കും നമ്മൾക്കും കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ഡ്രസ്സിങ് നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. കാരണം വേറൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് മിങ്കിളാവാൻ വേണ്ടി കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി നമ്മുടെ നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് മൂടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് മൂടാൻ വേണ്ടി ആ ഒരു പെർഫ്യൂംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് ക്യാരക്ടർ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ്, മറ്റുള്ള ഒരാൾക്ക് കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഫേസിൻ്റെ ആക്ഷൻസൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ സ്മാർട്ടായിട്ടിരിക്കുകയും വേണം. മറ്റുള്ളവർക്ക് നമ്മളൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജൊക്കെ ഒന്ന് മിനിമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ അവർക്കും ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ ഇടാൻ വേണ്ടി നോക്കുക. അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ടോണുകളൊക്കെ നമ്മളൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ചില കാര്യങ്ങളിൽ നമുക്കത്ര സംസാരിക്കാൻ അറിയില്ലായിരിക്കും. ആ ഒരു ടൈമിൽ നമ്മളൊന്ന് ക്വയറ്റായിട്ടിരിക്കുക. നമ്മൾക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് നല്ലത് ആ ഒരു ടൈമിൽ നമ്മളൊന്ന് ക്വയറ്റായിട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും അവിടെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.